കളി കളിച്ചില്ലേ, മൂന്നാമത്തെ കളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സോഫയിൽ ഇരുത്തിയിട്ടുള്ള പണി. വിവിയേട്ടാ നിങ്ങൾ പോയോ? ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യും, എല്ലാവരും കാണും, അതും പ്ലാൻ. ഇല്ല ചിരിക്കല്ലേ വേട്ടാ, പറ്റില്ല. ആ ഫേമസ് ആവുന്നവർ താങ്ക്സ് പറയും. അതെ അതെ ഫേമസ്. ഇന്നലെ വിവിയുടെ 3 കളി കളിച്ചു. ഇന്നലെ വന്നപ്പം ഈ സോഫയമ്മ ഇരുത്തി. ഓ എൻ്റെ അമ്മേ വിവിയേട്ട, ഇനി അങ്ങനത്തെ കളി വേണ്ട എനിക്ക്, ഇനി അങ്ങനത്തെ കളി മതി. ഓക്കെ, എനിക്ക് സോഫയമ്മ ഇരുത്തിയിട്ടുള്ള കളി കളിച്ച് വാട്സപ്പ് നോക്ക്. സൂപ്പ് കഴിച്ചു, പിന്നെ അതിന് നേരം കിട്ടിയുള്ളൂ. പിന്നെ അഷഫ്ക ലൈവ് ഓടുന്നു. അത് ഈ ലൈവ് കാണുന്ന ഏതൊരു വൃത്തികെട്ടനാണ് അഷഫ്ക. ലൈവ് ഓടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ യൂട്യൂബ് ഒന്ന് അടിച്ചോട്ടെ കേട്ടോ. വിവിക്ക് നാണം എന്തിന്? ഞാൻ യൂട്യൂബ് അടിച്ചോട്ടെ, വിജി ലൈവ്. കിട്ടുന്നില്ല. എനിക്ക് ആ ലിങ്ക് ഒന്ന് വിട്ടേ, വാട്സപ്പില് ലിങ്ക് വിട്ടേ. മിനിഞ്ഞാന്നുണ്ടായി ലൈവ് ആണോ? കണ്ടോ? എടോ എനിക്ക് അതിൽ ടെൻഷനൊന്നും ഇല്ല, ഞാൻ ഇങ്ങനെ തന്നെ പറയും. വിവേട്ടാ ഇന്നലത്തെ കളി ഇനി എനിക്ക് എന്ന് ഞാൻ അങ്ങനെ കളിച്ചിടാൻ പാടുള്ളൂ കേട്ടോ ചേച്ചി. ഞാൻ ഇപ്പോഴത് കണ്ടു. സാരമില്ല, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ ചേച്ചി. ആ ലൈവ് കാര്യം പറയുമ്പോൾ അവിടെ ലൈവ് കട്ടാക്കും. അതാ പറഞ്ഞ, ഞാൻ ആ ലൈവിൽ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ കട്ടാക്കും. കാരണം അവന് മോശക്കേടാണേ, മനസ്സിലായോ? അവൻ ഓരോ പെണ്ണുങ്ങളെ ആണുങ്ങളെ വിളിച്ചു വരുത്തി ഓരോ സബ്സ്ക്രൈബും ചെയ്തിട്ട് വീഡിയോ കോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാശ് മേടിക്കുന്നുണ്ടാവും. സത്യം. ഇവിടെ ഇരിപ്പുണ്ട്. യെസ്, ഇവിടെ ആളിരിപ്പുണ്ട്. ലൈവ് ഇടുന്ന ആൾ ആരാന്ന് നോക്കിയിട്ട് എന്നിട്ട് ബ്ലോക്ക് ചെയ്യും. അതെങ്ങനെയായിട്ട് കണ്ടു? ഇനി അത് പറയണ്ട, അവൻ വ്യൂവേഴ്സ് കൊടുക്കണ്ട. ആണോ? ഇവിടെ ഇരിക്കുന്ന ആരോ ആണ് അവിടെ യൂട്യൂബിൽ ലൈവ് ഇടുന്നത്, ഇപ്പൊ ഓടുന്ന ലൈവ്. എടാ മൈരേ, നിനക്ക് അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിലുണ്ടല്ലോ പൂർണ്ണ ഇതും കൂടെ ലൈവ് ഇട്ട് നീ കേൾപ്പിക്കും. നിന്റെ കാര്യം പറയുമ്പോൾ നീ ലൈവ് കട്ടാക്കും, ഞാൻ വല്ല സെക്സും പറയുമ്പോൾ നീ പോയിട്ട് ലൈവ് ഇടും, അല്ലേ മൈരേ? എടാ ജോലി ചെയ്ത് അന്തസ്സായിട്ട് വീട്ടുകാരെ കുടുംബക്കാരെ നോക്കും മൈരേ. പിന്നെ എന്നെ സംബന്ധിച്ചെടുത്തോളാം, നീ എൻ്റെ ഈ ലൈവ് റെക്കോർഡ് പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പൂർവ്വമില്ല. എൻ്റെ കൈയുടെ രോമത്തിനില്ല കേട്ടാ. ഓക്കെ, ഞാൻ ഇത് തുറന്നുകൊണ്ടേ ഇരിക്കും. നീ പോയിട്ട് കാണിച്ചു കൊടുക്ക്. ഞാൻ തുണിയൊന്നും പൊക്കിയിട്ടൊന്നുമില്ല, മാന്യമായിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഇരുന്നിട്ട് കൊടുക്കും. അപ്പോ വാ കഥ പറയാം. ഭദ്ര വാ, നമുക്ക് ആ പൂർണ്ണ കഥ പറഞ്ഞ അവൻ്റെ ഫേമസ് ആണ്. ഞാൻ പോകുക, ഈ ടോപ്പിക്ക് വിടൂ. ഞാൻ വിട്ടു. യെസ്, നമുക്ക് കഥ പറയാം കൂട്ടാ. എന്തായാലും നീ ഇത്രയും ഫേമസ് ആക്കി തരല്ലേ, താങ്ക്സ്. നീ പോയിട്ട് ലൈവ് കാണിച്ചു കൊടുത്തോ. നിനക്ക് അതല്ലേ വേണ്ട, ഞാൻ ഇവിടെ സെക്സ്പരമായിട്ട് പറയാം. വാ. അപ്പോ ആ ഫേമസ് ആക്കുന്നത് നമ്മൾ താങ്ക്സ് പറയണം കേട്ടോ. ഓക്കെ, വിജിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? എനിക്കോ? അവർ റീച്ച് കൊടുക്കണ്ട വീട്. ബുദ്ധിമാനാണ് ആര്. വിവേട്ടൻ പോയാ? വിവേട്ടൻ പാവം. സത്യം പറയട്ടെ, ഞാനും വിവേട്ടൻ ഇന്നൊന്നും നടന്നിട്ടില്ല കേട്ടോ. 5 കളി കളിച്ചതുപോലെ വിവേട്ടൻ ഒന്ന് മൂടും. 10 കളി എന്ന് പറഞ്ഞാലും വിവേട്ടൻ എന്ന് പറഞ്ഞു മൂടും. ആ സോഫയമ്മ ഇരിക്കല്ലേ, മൂടും. അതങ്ങനെ ഒരു മനുഷ്യൻ. എന്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. എന്ത് ഇന്ന് നല്ല മൂഡ് വത്സനടിക്കാൻ മൂടുണ്ടോ? ഷോ, ഒരു കാര്യം ചെയ്യും, വാടകയ്ക്കൊരു പെണ്ണിനെ പോയി മേടിച്ചോ, ചെല്ല്.
അതൊക്കെ അടിച്ചു കൊടുക്കും കിട്ടാ. ഇത് വെറുതെ ആണ് എന്ന്. ഇല്ല 3 കളി 4 കളിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ പിച്ചേച്ചിക്കുണ്ട്. അതിനല്ലേ ഇപ്പൊ റെഡ് ബ്ലൂ മേടിച്ചു കുടിക്കുന്നത്. വിവേടിനെ എപ്പോഴും പറയും എനിക്ക് പവർ ഇല്ലാന്ന്. ഞാൻ മുള്ളിയിട്ട് പറ്റും മൈൻഡ്, എനിക്ക് മുള്ളാൻ പറ്റും. രാവണനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. രാവണൻ നാട്ടിലുണ്ടല്ലോ, അതിപ്പോ ലൈവ് ഇട്ടേക്കണു. ചുമ്മാ പറയണയാണ് എന്റെ ചാർലിച്ചേട്ടാ. അവൻ ദുബായ് ബീബി വന്നു, ഫുഡ് കഴിച്ചു, കുറച്ചു നേരം നിങ്ങൾ സംസാരിച്ച് പുറത്തു പോയി. പോരാ.